പലയിടത്തും മഴയുമായി ബന്ധപ്പെട്ട കെടുതികളും ഒക്കെ തുടരുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് കൊല്ലത്ത് നിന്ന് വരുന്ന വാർത്ത, കൊല്ലം കാവനാട് വീട്ടിലെ കിണർ ഇടിഞ്ഞതാണ്. കണ്ണൻ നാരായണ വിവരങ്ങളുമായി. കണ്ണൻ, ഇതുപോലെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കിണറൊക്കെ ഇടിഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ പ്രളയകാലത്തൊക്കെ ഈ പ്രദേശത്ത് ഇങ്ങനെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? രതീഷ്, ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമാണ്. കാവനാട് ആശാ നഗർ സ്വദേശിനി പത്നിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താന്നത്. ഇന്ന് രാവിലെ 6:00യോടുകൂടിയാണ് സംഭവം ഉണ്ടായതെന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടിൽ രാവിലെ വീട്ടുകാരെല്ലാം അകത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അത്യാഹിതമൊന്നും സംഭവിക്കാതെ പോയത്. വലിയൊരു ശബ്ദം കേൾക്കുന്നത് കേട്ടു. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വീടിന്റെ മുന്നിലുള്ള കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താന്നിരിക്കുന്നു. നല്ല ബലത്തിൽ നിർമ്മിച്ചിരുന്ന ഒരു കിണറാണ് പെട്ടെന്ന് ഇടിഞ്ഞു താന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ ലഭ്യമായിട്ടില്ല. ആരും രാവിലത്തെ സമയമാണ്, മാത്രമല്ല വീട്ടിലുള്ള ആൾക്കാർ ആരും കിണറിന്റെ സമീപത്തേക്ക് എത്താതിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ അത്യാഹിതം ഒഴിവായത്. വലിയ ശബ്ദത്തോടെ കിണർ താഴേക്ക് പതിച്ചു. രാവിലെയായിരുന്നു ഈ സംഭവം. കൊല്ലത്താണ് ഇങ്ങനെയൊരു അപൂർവമായ സംഭവം ഉണ്ടായത്. നേരത്തെയും ചിലയിടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കൊല്ലം കാവനാടാണ് കിണർ ഇടിഞ്ഞു താണത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകി.